ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രക്കാരുടെ 2025 ആണ്ട് ജൂൺ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളാണ്. എല്ലാ അധ്യായത്തിലെയും കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് പൊതുവായ ഫലമാണ് ഭരണി നക്ഷത്രക്കാരുടെ നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഭരണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. നിങ്ങൾ എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് ധനസഹായം ഉണ്ടാകുന്ന സമയമാണ്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ദീർഘനാളായിട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ് ജൂൺ മാസം. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ നാൽക്കാലി വളർത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത കാണുന്ന ഒരവസ്ഥയുണ്ട് ഈ ജൂൺ മാസത്തിലെ. യാത്രാവേളകളൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ യാത്ര തുടങ്ങാൻ. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ അത് ഒന്ന് ശ്രദ്ധയോടെ വയ്ക്കുക. ആ സമയത്തുള്ള യാത്ര കഴിയാവുന്നത് ഒഴിവാക്കുക. യാത്രകൾ തുടങ്ങുമ്പോൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് യാത്ര തുടങ്ങുന്നതൊക്കെ ആയിരിക്കും ഗുണകരം. അതുപോലെ തന്നെ നിങ്ങൾ വിഘ്നേശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടുതൽ ഗുണകരമായിരിക്കും. നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ ഗണപതി ക്ഷേത്രം ദർശിക്കുക, ഭഗവാനെ കറുകപ്പുല്ലുമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. നിങ്ങൾ കുടുംബ സ്വത്തിന് വേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കോടതി ആഹാരം വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് നീരസമായിട്ട് പ്രവർത്തിക്കുക, അവരുമായിട്ട് മാനസികമായിട്ട് അകലുക ഒക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ജൂൺ മാസം മധ്യഭാഗമാകുമ്പോൾ ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മോഷണം പോയ സാധനങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ജൂൺ മാസം. നിങ്ങൾ വ്യവഹാരങ്ങളിലൊക്കെ വിജയം കാണാനുള്ള സാധ്യതയുണ്ട്. ആരെയും നിങ്ങൾ അമിതമായിട്ട് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പരിഹരിക്കപ്പെടേണ്ടവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചിലരെയൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന സമയം കൂടിയാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ കുടുംബത്തിൽ നിന്നും മാറി താമസിക്കേണ്ട ചില അവസ്ഥയൊക്കെ വരുന്ന സമയം കൂടിയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ഭാര്യ വീട്ടുകാരുമായിട്ട് യോജിച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഭാര്യയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില്ലറ മാനസികമായിട്ടുള്ളൊരു അകലമൊക്കെ ഉണ്ടാകുന്നതാണ്. അവർ പറയുന്ന പല കാര്യവും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. മാതാവിന് അസുഖം ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് മാതാവിൻ്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയൊരു മനസ്സങ്കടം, മനദുഃഖം മാതാവിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുരംഗത്ത് ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കാനുള്ള സ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നതാണ്. വഹിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നതാണ്. ചില സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് പൊതുരംഗത്ത് ലഭിക്കുന്നതാണ്. ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് എല്ലാ രംഗത്തും ധീരതയും ഊർജ്ജസ്വലതയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് ജൂൺ മാസം. എന്നാൽ സഹോദരങ്ങളുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നത്. സഹോദരങ്ങളുമായിട്ട് യോജിച്ചു പോകാനായിട്ട് നന്നേ പ്രയാസപ്പെടും. ചിലരെ കലഹമൊക്കെ വീട്ടിലുണ്ടാകുന്നതാണ്, സ്വകുടുംബത്തിലുണ്ടാകുന്നതാണ് സഹോദരങ്ങളുമായിട്ട്. നിങ്ങൾ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ മുൻകോപം കഴിയാവുന്ന ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഭാര്യ ഭർത്തൃ ജീവിതം ഗുണകരമായിരിക്കും. സന്തോഷ രീതിയിലായിരിക്കും കുടുംബജീവിതം പോകുന്നത്. നിങ്ങളുടെ പിടിവാശി മൂലം പല രീതിയിലുള്ള വിഷമങ്ങളും നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാകുന്നതാണ്. പൊതുവേ സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും ഗുണകരമാണെങ്കിലും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നുപെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുധനാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക, ഭഗവാന് പാൽപ്പായസം നിവേദിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ മധ്യസൂക്ത മന്ത്രാർച്ചന നടത്തുന്നത് കുടുംബത്തിലെ ഐക്യമില്ലായ്മ മാറുന്നതിന് ഒരു പരിധിവരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ രോഗശമനത്തിനായിട്ട് ധന്വന്തരി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാനകം വഴിപാടായിട്ട് നടത്തുന്നതും ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തുന്നത് ഗുണകരമായിരിക്കും. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക. ഇരുചക്ര വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം അപകടങ്ങൾ ഉണ്ടാകാനുള്ള, ഒടിവ് ചതവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസമൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഇത്രയുമാണ് നിങ്ങൾക്കുള്ളത്. ഇതിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.